കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു കരടിയുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് കടൽക്കരയിലെ കരടി. രചന അനിൽ മണ്ണത്തോർ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. കടൽ നല്ല ശാന്തമാണ്. വളരെ ചെറിയ തിരമാലകൾ, കാണാൻ നല്ല ഭംഗി. കടൽ തീരം മനോഹരമാണ്. സാധാരണ പോലെ അവൻ അന്നും പുലർച്ചെ പത്രവിതരണവുമായി ഇറങ്ങിയതാണ്. കുറ്റിച്ചെടികൾക്കിടയിൽ കാര്യസാധ്യത്തിനായി ഇരിക്കുന്നവരെ കാണാത്ത ഭാവത്തിൽ സൈക്കിൾ ഉന്തിക്കൊണ്ട് നീങ്ങുമ്പോഴാണ് അകലെ ഒരാൾക്കൂട്ടം കണ്ടത്. വല്ല ശവവും അടിഞ്ഞതാണോ? സൈക്കിളുമായി അവൻ അങ്ങോട്ട് നീങ്ങി. തരക്കേടില്ലാത്ത ആൾക്കൂട്ടം. കുട്ടികളും വയസ്സന്മാരും പെണ്ണുങ്ങളുമൊക്കെയുണ്ട്. എന്താ? അവൻ ആകാംക്ഷയോടെ നോക്കി. കരടി! അവൻ എവിടുന്ന് വന്നു? അവൻ ആശ്ചര്യത്തോടെ വീണ്ടും വീണ്ടും നോക്കി. മുതലയോ ആമയോ ഒക്കെയാണ് സാധാരണ കാണാറ്. ദാമു സ്കൂളിൽ നിന്ന് മൃഗശാലയിൽ പോയപ്പോഴാണ് ആദ്യമായി കരടിയെ കണ്ടത്. കടൽക്കരയിൽ കരടിയോ? ധ്രുവക്കരടിയാകുമോ? ഇവൻ എവിടെ നിന്നെത്തി? പലരും പരസ്പരം ചോദിക്കുന്നുണ്ട്. പേടി കൊണ്ടാവും ആരും കരടിക്കടുത്തേക്ക് പോയില്ല. വല്ല ബോട്ടുകാരും ഇറക്കി വിട്ടതാകും എന്നൊരു അമ്മൂമ്മ പറഞ്ഞു. ഏയ്, വല്ല കാട്ടിൽ നിന്നും വന്നതായിരിക്കും. കാട് ഇറങ്ങിയതാണെങ്കിൽ കാപ്പാട് എത്തുമോ? ദാമു സ്വയം ചോദിച്ചു. അന്ന് ഗാമ കടൽ കടന്നു വന്നതുപോലെ വല്ല അന്യഗ്രഹത്തിൽ നിന്നും വന്നതാണോ? മനുഷ്യൻ ലൈക്കപ്പട്ടിയെ അമ്പിളിമാവിന്റെ അടുത്തേക്ക് വിട്ടതുപോലെ അവര് കരടിയെ വിട്ടതാണോ? ഏയ്, അതൊന്നുമല്ല. എങ്കിൽ പേടകം വേണ്ടേ? സർക്കസ് കൂടാരത്തിൽ നിന്ന് ചാടിയ കരടിയുടെ കഥ അച്ഛൻ പറഞ്ഞു കൊടുത്തത് അവൻ ഓർത്തു. ആളുകൾ കൂടിക്കൂടി വരുന്നു. നല്ല തട്ടിച്ചുരണ്ട വലിപ്പം കുറഞ്ഞ കരടി. തലയും ശരീരവും ഇളക്കുന്നുണ്ട്. എല്ലാ ധൈര്യവാന്മാരും ഓടാൻ തയ്യാറായാണ് നിൽപ്പ്. പെട്ടെന്നാണത് സംഭവിച്ചത്. ഏതോ ഒരു വികൃതി ചെക്കൻ ഉരുളൻ കല്ലെടുത്ത് അവന്റെ മുഖത്തേക്കൊരേറ്. അയ്യോ! കരടി ഒരലർച്ച. ആൾക്കൂട്ടം ഛിന്നഭിന്നമായി. വികൃതി ചെക്കന്മാർ വീണ്ടും വീണ്ടും ഏറ്. താഴെ വീണ കരടി ഉറക്കെ ഉറക്കെ കരച്ച്. അയ്യോ, എറിയല്ലേ, ഞാൻ ഭീമനാണേ! ഏറ് നിർത്തിയ പിള്ളേര് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എടാ, ഇത് കുള്ളൻ ഭീമനാ! അവരെല്ലാം ചേർന്ന് ഭീമന്റെ മുഖംമൂടിയും വേഷവും അഴിച്ചു മാറ്റി. അതാ 30 വയസ്സുള്ള കുള്ളനായ ഭീമൻ ക്ഷീണിച്ചു കിടക്കുന്നു. നീ എന്താ ഭീമ ഈ കാണിച്ചത്? ഇന്ന് ഏപ്രിൽ ഫൂൾ ആണെന്ന് എല്ലാവരും മറന്നുപോയോ? കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.